ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. കപ്പലണ്ടിയും തേങ്ങയും കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ്. കപ്പലണ്ടി നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണിത്. ഒരു തവണ ഇതിന്റെ രുചി അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കപ്പലണ്ടി മേടിക്കുന്ന സമയത്തൊക്കെ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ ഒരു 1/4 കപ്പ് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു കപ്പലണ്ടിയുടെ അളവനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും എടുക്കുന്നത്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ഭാഗം സവോള കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ ഉള്ളിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ലൊരു മണത്തിനും എരിവിനൊക്കെ വേണ്ടി ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതങ്ങ് ഒരുപാട് അരഞ്ഞു പോവരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിതൊന്ന് കറക്കിയെടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടും മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ഒരു പരുവം. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു പലഹാരത്തിൻ്റെ കൂടെ ഇത് കടിക്കാനായിട്ട് കിട്ടണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു തേങ്ങയുടെ പകുതിയാണിത്, അതായത് 1 മുറി തേങ്ങയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക, എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ള് ഗരം മസാലപ്പൊടി, 1 സ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ അളവിൽ മുളക് പൊടി, 1 നുള്ള് പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 1/2 കപ്പ് അളവിൽ മുഴുവനായിട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവച്ച് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചിട്ടെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ പരുവം തെറ്റിപ്പോവും. ഈ മാവ് കൈവച്ച് നന്നായി കുഴച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ പിടിച്ചെടുക്കാൻ വേണ്ടി കഴിയണം. അതിനുള്ള ആ ഒരു പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു മെഷർമെന്റ് കപ്പിന്റെ 1/2 കപ്പ് അളവിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ആകെ ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത് ഈ ഒരു 1/2 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും വേണ്ട. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറിയൊരു പീസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ചെറിയൊരു ബോൾസ് ആക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ പരിപ്പ് വടയുടെ ഒക്കെ ആ ഒരു ഷേപ്പിൽ വളരെ ചെറുതായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പരുവത്തിൽ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ കൈയൊന്ന് നനച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബോൾസ് ടൈപ്പിലാക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ. ആ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. എന്നാൽ എല്ലാം ഒരുപോലെ കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പം ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടി. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഇതെല്ലാം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ദാ ഞാനിവിടെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പരിപ്പുവടയൊക്കെ തയ്യാറാക്കുന്ന അതുപോലെ തന്നെയാണ് ഇതും. ഇതിന്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക, അകം ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടാവും. ഇതേപോലെ എല്ലാം ഫ്രൈ ചെയ്ത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് ഇതിൻ്റെ അകം പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.